ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് അല്ലാഹു അഹദ് എന്ന് പറയാം. അല്ലാഹു സ്വമദ് അല്ലാഹു സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ സാധാരണ നാം പറയാറുള്ള അർത്ഥം അല്ലാഹു നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കാത്തവനാണ് അല്ലാഹു. ഇതൊരിക്കലും പരിപൂർണമായ അർത്ഥമല്ല. സമദ് എന്ന പദത്തിന്റെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ 30 ചില്ലാനം അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 30-ലധികം അർത്ഥങ്ങൾ സമദ് എന്ന അല്ലാഹുവിന്റെ ഒരു മഹത്തായ പേര് കൂടിയാണ്. അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിരാശ്രയൻ, ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് സാധാരണ നാം പറയാറുള്ള അർത്ഥം. അപ്പോ അതിന്റെ പരിപൂർണമായ രൂപത്തിൽ മഹാന്മാർ പറഞ്ഞത് സമദ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുസ്മദു ഇലൈഹി വലാ യുസ്മദു ഇലാ ഗൈരിഹി എന്നതാണ് അതിന്റെ പരിപൂർണമായ അർത്ഥം. എന്ന് പറഞ്ഞാൽ അല്ലാഹു മറ്റൊരാളിലേക്ക് ആശ്രയിക്കാത്തവരാണ്, എന്നാലോ ഇവിടെയുള്ള മറ്റുള്ള എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നവരുമാണ്. ഇതൊക്കെ രണ്ടും കൂടിയാലാണ് സമദിന്റെ അർത്ഥം പരിപൂർണമാവുന്നത്. മറ്റുള്ളവരെല്ലാം അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നവരും അല്ലാഹു മറ്റാരെയും ആശ്രയിക്കാത്തവരും ആണ്. അതാണ് സമദ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്, നമ്മുടെ അള്ളാഹുടെ പഠിച്ച് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി വിവാദമൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അള്ളാന്റെ സഹായം വേണ്ടി വരുന്നത് ആഖിറത്തിലെത്തുമ്പോ ആണ്. അല്ലെ? നമ്മുടെ ധാരണയാണ്, മനുഷ്യന്റെ ഉള്ളിലുള്ള ധാരണയാണ്. നമുക്കിനി അള്ളാഹിനെ എപ്പോ വേണ്ടി വരുന്നത്? ആഖിറത്തിലെത്തിയാണ് അള്ളാഹിനെ വേണ്ടി വരും. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ പവർ കൊണ്ടും നമ്മുടെ അധികാരം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നാം ജീവിച്ചു പോകുന്നു എന്നൊരു ചിന്തയാണ്. ഒരിക്കലും അല്ല. ഓരോ സെക്കൻഡുകൾ അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ, അള്ളാഹുവിലേക്ക് ആശ്രയിക്കാതെ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയും, ഒരാൾക്കും. അതാണ് മഹാനായ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ആ മഹാനവറുകൾ ഇടയ്ക്കിടെ പറയാനുണ്ടായിരുന്നു. വലിയ മഹാന്മാരായ സൂഫിയാക്കളിൽപ്പെട്ട വലിയ ഒരു മഹാൻ, ജീവിതം മുഴുവനും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച മഹാനാണ്. അദ്ദേഹം പറയാനുണ്ടായിരുന്നു, പഠിച്ചോനെ, എന്റെ ഇബാദത്താണ് അല്ലാഹ്. എന്റെ ഇബാദത്ത്, എന്റെ ആരാധന, ഞാൻ ചെയ്യുന്നത് അതും എന്താണ്? അത് അതിന് കണക്കൊന്നുമില്ല. അത് പറയേണ്ടതുണ്ടല്ല. അതിന് വേണ്ടിയിട്ടല്ലേ എന്നെ പഠിച്ചത്. എന്നെ പഠിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ എന്റെ ഞാൻ വലിയൊരു വിവാഹത്തിലാണ്, ഞാൻ വലിയ അമൽ ചെയ്യുന്ന ആളാണ് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ പഠിച്ചോനെ. പിന്നെയോ എനിക്കെപ്പോഴും വേണ്ടതെന്താ? നിന്റെ പൊരുത്താൻ. ഇതിനിടയ്ക്കിടെ മഹാനവറുകൾ പറയാനുണ്ടായിരുന്നു, ഇന്നക വലിയ പഠിച്ചോനെ, ഈ വലിയ അബൂ യസീദിനെ പോലെയുള്ള ലക്ഷങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് നിനക്ക് ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇബാദത്ത് കൊണ്ടല്ലോ പഠിച്ചോനെ നീ പഠിച്ചോനായത്. നിനക്ക് വലിയ പവർ കിട്ടിയത്, നീ വലിയ സന്തോഷിക്കുന്നത് നമ്മളെ ഇബാദത്ത് കണ്ടിട്ടാ. നമ്മൾ ഇബാദത്ത് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് അതിന്റെ നബി അലൈഹി സ്വലാമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ പടച്ചോനാണ്. അവരധികാരം നമ്മുടെ ഇബാദത്തോട് കൂടൂല. നമ്മൾ ഇബാദത്ത് ചെയ്യാത്തതോട് അള്ളാന്റെ അധികാരം കുറയൂല. അപ്പൊ മഹാനവറുകൾ ഇടയ്ക്കിടെ പറയാനുണ്ടായിരുന്നു, പടച്ചോനെ, നിന്നൊക്കെ വലിയ, നീ ആരുടെയും സഹായം ആശ്രയിക്കാത്തവനാ, നീ വലിയ ഐശ്വര്യവാന, എപ്പോഴും വാന. ഞാനോ നിന്നിലേക്ക് എപ്പോഴും ഓരോ സെക്കൻഡുകളിലും നിന്നിലേക്ക് ആശ്രയിക്കുന്നവനാണ്. ഞാനൊരു ഫഖീറാണ്, എപ്പോഴും നിന്റെ സഹായം ഇല്ലാതെ എനിക്ക് ഒരു സെക്കൻഡ് പോലും ഇവിടെ ജീവിച്ചു മുന്നോട്ട് പോകാൻ കഴിയൂല. ഇതാണ് സമദ് എന്ന് പറഞ്ഞാൽ. എല്ലാ ആളുകളും എപ്പോഴും അള്ളാഹുവിലേക്ക് ആശ്രയിക്കും. മനുഷ്യനെന്ന് മാത്രമല്ല എല്ലാ ജീവികളും. ഇവിടെ എന്തൊക്കെ ജീവികളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നു. അള്ളാഹിലേക്കും ആശ്രയിക്കാത്തവൻ നിരാശ്രയ. ഒരാളിലേക്കും പടച്ചവന്റെ ആശ്രയില്ല. ഒരാളും പടച്ചവനെ സഹായിക്കേണ്ട ആവശ്യമില്ല. വലിയ ഇങ്ങനെ ഒരർത്ഥം. മറ്റൊരർത്ഥം മഹാന്മാർ പറഞ്ഞു, സമദിന്റെ അർത്ഥം എല്ലാം കൊണ്ടും അറിഞ്ഞവൻ സമദ്. അല്ലാഹു സമദ്, എല്ലാം അറിഞ്ഞവനാണ് പടച്ചറബായ അല്ലാഹ്. എല്ലാം അറിയുന്നു. ഭയങ്കര അർത്ഥാണ്. നമ്മൾ ചിലപ്പോ അള്ളാഹുവിന് ചിലപ്പോ വിളിയാക്കാറുണ്ട്. അല്ലെ? ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, പ്രയാസം വരുമ്പോ പടച്ചവൻ എന്റെ ഓനെ അങ്ങനെയാക്കി. പ്രസവിക്കുമ്പോ തന്നെ ഓന് കഴിയില്ല. പ്രസവിക്കുമ്പോ തന്നെ ഓന്റെ ഹാർട്ടിന്റെ ബുദ്ധിമുട്ട്. പ്രസവിക്കുമ്പോ തന്നെ ഓരോ അങ്ങനത്തെ അസുഖം, എന്റെ അന്ന് ചെയ്ത അക്രമല്ലേ. ഇങ്ങനെയൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വിഷയം. നമ്മളാരാ? വിവരമില്ലാത്തവരാണ്. അതാരാണ്? വിവരമുള്ളവരാണ്. നമ്മളെ കുറിച്ച് എല്ലാ വിഷയങ്ങളും അറിയുന്ന അള്ളാഹു അവന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ അള്ളാഹു താര പടക്കം. വിവരമില്ലാത്ത ആളുകൾ വിവരമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഏറ്റവും വലിയ വിവരമുള്ളവനായ അള്ളാഹല്ലേ. അൽക്കാഫ് സുഹൃത്ത് നമുക്കൊരു വലിയ മഹാനായ സയ്യിദുനാ ഖിദ്ർ നബി അലൈഹിസ്സലാം, സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയുടെ ശിഷ്യനായി കൂടി. 2 പ്രവാചകന്മാരാണ്. കൂടിയിട്ടാകുമ്പോ ഖിദ്ർ നബി പറഞ്ഞു, മൂസ, എന്റെ ശിഷ്യൻ എന്റെ ബാക്കിൽ നീ നടക്കണ്ട, നിനക്ക് വലിയ പ്രയാസം ഉണ്ടാവുന്നു.
മൂസാ നബി അലൈഹിസ്സലാം ഖുർആനാണ്. മൂസാ നബി പറഞ്ഞ സാരമില്ല, ഞാൻ ക്ഷമിച്ചോളാം, എന്ത് വന്നെങ്കിലും നമ്മൾ ക്ഷമിച്ചോളാന്നുള്ളു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ ബാക്കിൽ കൂടി അങ്ങനെ കൊച്ചപ്പുറത്തുമ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാം ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കുട്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. ആ കുട്ടിന്റെ കഴുത്തിനിറക്കിയിട്ട് ഖിദ്ർ നബി അലൈഹിസ്സലാം കുട്ടിയെ കൊന്നു. ചെറിയ കുട്ടിയാണ്, കുട്ടിയെ കൊന്നു. ആര്? ഖിദ്ർ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് ഭയങ്കര അത്ഭുതം, എന്ത് ചെയ്താൽ പണി ചെയ്ത് തന്നെയാണ്. ഒരാൾക്ക് വിവരമുണ്ട്, ഒരാൾക്ക് വിവരമില്ല. വിവരം സ്വന്തമായിട്ടല്ല, അത് അവിടുത്തെ വിവരമാണ്. ദുനിയാവിൽ ആർക്കാണെങ്കിലും എന്തെങ്കിലുമാണെങ്കിലും അള്ളാഹ് വിവരം കൊടുത്താലേ വിവരം ഉണ്ടാവുള്ളൂ. ഏത് പ്രവാചകനാണ്, ഏത് ഔലിയാണെങ്കിലും, ഏത് വലിയാണെങ്കിലും അള്ളാഹ് ഇൽമു കൊടുത്താൽ ഇൽമുണ്ടാവും. ഒരാൾക്ക് ഇൽമു കൊടുത്ത് ഒരാൾക്ക് കൊടുത്തില്ല. ഖിദ്ർ നബിക്ക് കൊടുത്ത് മൂസാ നബിക്ക് കൊടുത്തില്ല. കുഞ്ഞെ പൊടിച്ച് കൊടുത്തു, കഴുത്തിനിറക്കി കൊന്നതാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി കേട്ട് എന്ത് പണിയാ ഖിദ്ർ ചെയ്തത്? ഉസ്താദ് എന്ത് ചെയ്തു? അപ്പൊ ഖിദ്ർ പറഞ്ഞു, ഉണ്ടാവാണില്ല, ഞാൻ ബസ്സിന്റെ പറഞ്ഞു എന്റെ ബാക്കിൽ കൂടെ പറഞ്ഞു വരാൻ. സോറി ചോദിക്കില്ല. അങ്ങനെ കുറച്ച് പോയി വരുമ്പോ ഒരു മൂസാ നബി അലൈഹിസ്സലാമിനെ ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ ഒരു കപ്പലിൽ ആളുകൾ കയറ്റി, ഫ്രീ ആയിട്ട് കയറ്റിയതാണ്. ഫ്രീ ആയിട്ട് കയറ്റിയതാണ്, കപ്പലിൽ കയറ്റിയതാണ്. അങ്ങനെ കയറ്റിയ ആ കപ്പലിൽ ഇങ്ങനെ യാത്ര പോകുമ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാം ചെയ്ത പണി എന്തോ വല്ല അതിന്റെ ആ പലകണ്ട കപ്പലിന്റെ പലക ചോട്ടിട്ട് ഒരു ദ്വാരണ്ട പൊട്ടേണ്ട. എന്ത് പണി, നമ്മളെ ഫ്രീ ആയിട്ട് ഒരു കപ്പലിൽ കയറ്റി നമ്മൾ ചെയ്യേണ്ട പണി, ഫ്രീ ആയിട്ട് നമ്മൾ കയറ്റിയതല്ലേ, ഇത് ചെയ്യേണ്ട പണിയാണ്. ഖിദ്ർ നബി അലൈഹിസ്സലാം മുണ്ടരുത്. ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഭയങ്കര കൂടെ ഉണ്ടാവും. സോറി എന്നാ പറയാ പറഞ്ഞു, പിന്നെയും പല കാര്യങ്ങൾ പറയുന്നു. അപ്പൊ എന്താ ഇതിലൊരു സംഭവം? ഒരാൾക്ക് അത് ഇൽമു കൊടുത്തു, ഒരാൾക്ക് ഇൽമു കൊടുത്തില്ല. അപ്പൊ ഇൽമുള്ള ആള് ഇൽമില്ലാത്ത ആള് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നിട്ട് മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. അത് പറയുന്നത് എന്താ? ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസ, ഞാൻ ഈ ചെയ്ത കുഞ്ഞിനെ കൊന്നത് എന്തിനറിയോ? കുഞ്ഞിനെ കൊന്നതെന്തിനറിയോ? ബന്ധമൊന്നതല്ല, ഈ കുഞ്ഞിനെ കൊന്നത് കൊണ്ട് 3 ആൾക്ക് ഞാൻ സ്വർഗം വാങ്ങി കൊടുത്തിട്ടുണ്ട്. 3 ആൾക്ക് സ്വർഗം വാങ്ങി കൊടുത്തു. ആർക്കല്ല? ഈ കുഞ്ഞിക്കന്നെ. പിന്നെന്നോ ഈ കുഞ്ഞിന്റെ ഉമ്മാക്കും ഉപ്പാക്കും, കുഞ്ഞിന്റെ മാതാപിതാക്കൾ. എന്തേ? ഈ കുഞ്ഞ് വലുതായാൽ ഈ കുഞ്ഞിക്ക് കുഫർ കൂടിയിട്ട് സ്വന്തം മാതാപിതാക്കളെ ഈ കുഫറിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു വിവരം എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് കൈകണ്ട ഈ കുഞ്ഞ് ഇപ്പനെ കൊന്നുകളയല. കുഞ്ഞ് ഇപ്പനെ തീർന്നാലോ കുഞ്ഞിക്ക് സ്വർഗം കിട്ടും, ഉപ്പാക്കും ഉമ്മാക്കും 2 ആൾക്കും സ്വർഗം കിട്ടും. പിന്നെ കപ്പലിന്റെ ചോദ്യം ഖുർആനിന്റെ കപ്പലിന്റെ ഒരു എന്താ? അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന കടലിൽ ഞങ്ങൾ പോകുന്ന ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് വലിയൊരു കൊള്ളസംഘം, കപ്പലുകളെ മുഴുവനും കൈവശം കൊടുത്തുന്ന ഒരു സംഘം കള്ളന്മാർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നല്ല മുന്തിയ കപ്പലാണെങ്കിൽ അവർ ഞമ്മളെ ഇറക്കി അവർ കപ്പലിനെ കൊണ്ടുപോകും. കുറച്ച് ഫോൾട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടയിലുള്ള കപ്പലാണെങ്കിൽ ഒരു ഒഴിവാക്കും, വേണ്ടെന്ന് വെക്കും. അപ്പൊ അതിന് വേണ്ടിട്ട് ഈ മുതലാളിക്ക് ഒരു പ്ലാൻ ചെയ്തത്, നമ്മളെ ഫ്രീ കയറ്റിയതല്ലേ, ബുദ്ധിമുട്ടാക്കിയതല്ല. നല്ല കപ്പലാണെങ്കിൽ ഓർ കൊണ്ടുപോകും. അപ്പൊ ഏതായാലും മുതലാളിയല്ലേ, അതിന് നഷ്ടാവൂലേ, അതുകൊണ്ട് ഞാൻ വട്ട ചെയ്തിട്ട് അതിന് കുറച്ച് ക്രാക്ക് ഉണ്ടാക്കിയതാണ്. ഇതാണ്. അപ്പൊ അള്ളാഹയാണ്. അപ്പൊ അള്ളാഹ് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ശരിയില്ല, ബുദ്ധിമുട്ട്. നമ്മൾ ദ്വാരത്തിന് ഉത്തരം കിട്ടിയില്ല, ഇത്രയല്ല ദ്വാരത്തിന് ഉത്തരം കിട്ടില്ല. എല്ലാം അതെങ്ങനെ ചെയ്തത്? നമ്മളെ കാട് വിവരമുള്ളവരാണ് അള്ളാഹ്. നമുക്ക് എന്തിനു രോഗം തരുന്നത്, എന്തിനു ബുദ്ധിമുട്ട് തരുന്നത്, നമ്മളെന്തിനു പരീക്ഷിക്കുന്നത് നമുക്കറിയില്ല. എല്ലാം വിവരമുള്ളവരാണ് അള്ളാഹ്. അതൊക്കെയും ഒതുങ്ങി അതിലൊക്കെയും വിശ്വസിച്ച് അംഗീകരിച്ച് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സമദ്, ആ വിശ്വാസത്തിലേക്ക് ഒരാൾ എത്തിപ്പെടും. അത് ഒരാളുടെ ഖൽബിൽ ഉറച്ചു പോയാൽ അൽഹംദുലില്ലാഹ് ഈമാനോടെ മരിക്കാൻ അയാൾ ആ വിശ്വാസം സഹായിക്കുമെന്നത്. അതാണ് ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാനും പഠിക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും പഠിച്ചവർക്ക് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു കൂട്ടുകാരൻ, ചെറിയ പ്രായമുള്ള ചെറിയൊരു കുഞ്ഞൊക്കെയുള്ള ഒരു സഹോദരനാണ്. വലിയൊരു അസുഖം വന്നിട്ട് ക്യാൻസറാണെന്ന് പറയപ്പെടുന്നു. വലിയ വേദാറോടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, പടച്ചോനെ ചെറിയ കുഞ്ഞുണ്ട്, ചെറുപ്പക്കാരൻ കൂടിയാണ്. അല്ലാഹുവേ പടച്ചോനെ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഖറാമത്തോട് സ്വമതായ അല്ലാഹ് ആ സഹോദരന്റെ ശരീരത്തിൽ ബാധിച്ച സർവ്വ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണമുണ്ട്. ക്യാൻസർ ആണെങ്കിലും അല്ലാത്ത രോഗമാണെങ്കിലും ഏതാണെങ്കിലും ഏൽപ്പിച്ചത് നീയാണെങ്കിൽ അത് മാറ്റേണ്ടതും റബ്ബായ നീയാണല്ലോ. നിന്റെ കുതിരത്തില്ലാതെ ഒരു രോഗവും സുഖപ്പെടൂലെന്നോ അടച്ചോനെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലോ. ആദ്യമായ അല്ലോ ആ ചെറിയ കുഞ്ഞിക്ക് ഒരുപാട് കാലം എന്ന് വിളിക്കാൻ ആരോഗ്യത്തോടെ ദീർഘായുസ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ നീ നൽകണേ.
നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ആരൊക്കെ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് തളർന്നു കിടക്കുന്നുണ്ടോ അവർക്കൊക്കെയും നീ ശിഫാവ് നൽകണേ അല്ലോ. ആജിലായ കാമിലായ ശിഫാവ് നൽകണേ അല്ലോ. നമ്മുടെ കൂട്ടത്തിലും പലരും പലവിധ രോഗങ്ങൾ, നടുവേദന, മുട്ടുവേദന, ഡിസ്കിന്റെ അസുഖങ്ങൾ, അതുപോലെ നിറഞ്ഞിന്റെ പ്രശ്നങ്ങൾ, പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ ഉപ്പമാരിൽ പലരും. പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോ, ഉമ്മമാർ പലരും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോ ഷാഫിയായ ശിഫാവ് നൽകണേ ഉണ്ട്. ഒരു കൂട്ടുകാരന്റെ ഉമ്മാന്റെ കണ്ണിന്റെ അസുഖമാണ്, ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഡോക്ടർമാർ കൊടുത്ത മരുന്നുകൊണ്ട് സുഖപ്പെട്ട് കിട്ടണം എന്ന നിയത്തോടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ഈശോ ആ ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ച ഈ വാഹത്തിനാക്കി കൊടുക്കണേ അല്ലോ, വാഹത്തിനാക്കി കൊടുക്കണേ അല്ലോ. നമ്മുടെ യാത്തുള്ള ഉമ്മമാർ ഉപ്പമാർക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിന്റെ വരുത്തത്തിനായി ദീർഘായുസ് നൽകണോ. മരിച്ചുപോയ നമ്മുടെ കരടിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരുണ്ടല്ലോ, ഉപ്പമാരുണ്ടല്ലോ. പഠിച്ചവനെ ഈ രാവിലെ സമയത്ത് നിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു, നിൽക്കുവതിൽ സ്വലാത്തിൽ ചെയ്തു, ഇൽമ പറഞ്ഞു, അത് കേട്ടു, അതിനു വേണ്ടി ഇരുന്നു. ഇതൊക്കെയും മരിച്ചുപോയവർക്ക് സ്വർഗം കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളായി നീ കബൂലാക്കണേ ഉണ്ട്, സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ ഇന്നത്തെ ദിവസം പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കരുതിയ നമ്മുടെ ഈ പള്ളിയെ സ്നേഹിക്കുന്ന ഇടങ്ങള് ജമാഅത്തിലൊക്കെയും വരുന്ന ആളുകൾ അവരുടെ യാത്രയിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. നമ്മുടെ നീ പൊരുത്തം പെടുന്ന രൂപത്തിലുള്ള ഉംറയും മറ്റുള്ള അമലുകളും ചെയ്യാനും നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും അവർക്ക് നീ തൗഫീഖ് നൽകണേ ഉണ്ട്. നമുക്കും ആ പുണ്യഭൂമിയിൽ എത്തിപ്പെടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അവിടെ പോയി മദീനയിൽ എത്തിപ്പെട്ട ആളുകളുടെ വളച്ചോനെ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അവർ ചെയ്യുന്ന അമലുകൾ കബൂലാക്കണേ ഉണ്ട്. അല്ലാഹുവേ നമ്മുടെ ദുആ നീ കബൂലാക്കല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബനല്ലാഹ് ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله